ഒരിക്കലും പുസ്തകങ്ങൾ പഠിപ്പിക്കുന്നതിനുള്ള ഉപകരണമോ മുൻകൂട്ടി നിർമ്മിച്ച മുദ്രാവാക്യങ്ങളുടെയും ജീവനില്ലാത്ത അക്കാദമിക സാമഗ്രികളുടെയും വാഹനമോ ആകരുത്. അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മൂല്യം കിടക്കുന്നത് ഭാവനയിലേക്കും സ്വതന്ത്ര ചിന്തയിലേക്കും കുട്ടിയുടെ മനസ്സിനെ ചലനാത്മകമാക്കുന്നതിലാണ്. ടാഗോർ എഴുതിയ വേർഡ്സാണ്. ഇതിനെക്കുറിച്ച് ഒരു കുറിപ്പ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങൾ എഴുതിയത് യഥാർത്ഥ അധ്യാപകൻ പുസ്തകങ്ങൾക്കപ്പുറം. ഒരു യഥാർത്ഥ അധ്യാപകൻ പുസ്തകങ്ങൾ വായിക്കാൻ നൽകുന്ന ഒരാൾ അവരെ പുതിയ ലാഭങ്ങളെ കുറിച്ച് ചിന്തിക്കാനും പ്രേരിപ്പിക്കാനും അവർക്ക് കഴിയും. യഥാർത്ഥ അധ്യാപകന്റെ പങ്ക് രണ്ട് പ്രധാന മേഖലകളായി ഒന്ന് ഭാവനയെ പ്രചോദിപ്പിക്കുക. അതെങ്ങനെയെന്നാണ് പറയുന്നത്? പുസ്തകങ്ങൾ വിവരങ്ങളുടെ ശേഖരം മാത്രമല്ല, സംഘടിപ്പിക്കാൻ യഥാർത്ഥ അധ്യാപകൻ മനസ്സിലാക്കുക. കഥകൾ വായിക്കുന്നതിലൂടെയും ചിത്രങ്ങൾ വരയ്ക്കുന്നതിലൂടെയും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക. ഇനി അധ്യാപകന്റെ രണ്ടാമത്തെ പങ്ക് എന്താണ്? സ്വതന്ത്ര ചിന്തയെ പ്രോത്സാഹിപ്പിക്കുക. മുൻകൂട്ടി നിശ്ചയിച്ച ഉത്തരങ്ങൾ നൽകുന്നതിനപ്പുറം വിമർശനാത്മകമായി വിശകലനം. വിവേകാനന്ദന്റെ വരികളാണ്. ഒരു യഥാർത്ഥ അധ്യാപകന് കുട്ടിയുടെ തലത്തിൽ ചിന്തിക്കാൻ കഴിയണം. ഒരു സന്ദർഭത്തിൽ കുട്ടി എങ്ങനെ ചിന്തിക്കുന്നുവെന്നും എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ഒരു അധ്യാപകന് മുൻകൂട്ടി കാണാൻ കഴിയണം. നമ്മൾ കുട്ടികൾക്ക് ഒരു ക്ലാസ് വർക്ക് നൽകുന്ന സമയത്ത് കുട്ടി അത് ഏതൊക്കെ തലത്തിലാണ് അവൻ്റെ ആ ചിന്തൻ പ്രക്രിയകൾ കടന്നു പോകുന്നതെന്നൊക്കെ മുൻകൂട്ടി അറിയാൻ കഴിയുന്ന ഒരു അധ്യാപകന് മാത്രമേ അതിൻ്റെ അനുബന്ധ പ്രവർത്തനം നമുക്ക് കഴിയാൻ സാധിക്കുകയുള്ളൂ. പാഠഭാഗങ്ങളും ലളിതവും ആശയ സമ്പൂർണമായതും അതുപോലെ തന്നെ കുട്ടികൾക്കത് പെട്ടെന്ന് ഗ്രഹിക്കാൻ പറ്റുന്ന വിധത്തിൽ ചുരുങ്ങിയതുമായിരിക്കണം. ഉദാഹരണത്തിലൂടെ പറഞ്ഞാൽ 10ാം ക്ലാസ്സിലെ ബച്ചെ കാപ്പർ ജാരേഹെ എന്നുള്ള ചെറിയ കവിത കുട്ടികൾക്കും ക്ലാസ് എടുക്കാൻ നമുക്കുമൊക്കെ ഏറെ താല്പര്യമുള്ളതും ഏറെ ആശയമുള്ളതും കുട്ടികളുടെ താല്പര്യവും കുട്ടികളുടെ ചിന്താശേഷിയും കുട്ടികളുടെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനത്തെയും മികച്ചു നിൽക്കുന്ന ഒരു കവിതയായിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. ഗ്രൂപ്പിൽ വന്ന ചർച്ചയാണ് എഴുതിയിട്ടില്ല. എന്നാലും ഞങ്ങളുടെ ഗ്രൂപ്പിൽ വന്ന ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഞാൻ പറയുന്നത്, നമ്മൾ അധ്യാപകർക്ക് ഒരു ശ്രദ്ധിക്കേണ്ട ഒരു വാചകം തന്നെയാണ്. തീർച്ചയായിട്ടും പലപ്പോഴും നമ്മൾ അധ്യാപകരെ കുട്ടികളോട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളാരും 100% പെർഫെക്റ്റ് ആണെന്നും നമ്മൾ പറയാൻ പറ്റില്ല. അപ്പോൾ ചില കാര്യങ്ങളെക്കുറിച്ച് നമ്മളെക്കാളും ധാരണ കുട്ടികൾക്കുണ്ടാവും. വ്യക്തിത്വ വികസനവും അതാണ് ഇമ്പോർട്ടൻസ്. വിദ്യാഭ്യാസം എന്നത് നന്മയും തിന്മയും തമ്മിലുള്ള വേർതിരിവ് മനുഷ്യന് മനസ്സിലാക്കി തരുന്നു. മനുഷ്യനും മൃഗങ്ങൾ ഒരിക്കലും ഒരുപോലെയല്ല. മനുഷ്യന് തിരിച്ചറിവ് നൽകുന്നതാണ് വിദ്യാഭ്യാസം. മനുഷ്യ സമൂഹം ഇന്ന് അഭിമുഖീകരിക്കുന്ന പല പ്രയാസങ്ങളും നേരിടാനുള്ള കരുത്ത് വിദ്യാഭ്യാസം നൽകുന്നു. വിദ്യാഭ്യാസത്തിലൂടെ സ്വാതന്ത്ര്യത്തിന്റെ വില മനുഷ്യൻ മനസ്സിലാക്കുന്നു. ഒന്നിനും അടിമപ്പെടുവാൻ അവന് സാധിക്കില്ല. വിദ്യാഭ്യാസം ലഭിച്ചാൽ മാത്രം. മനുഷ്യന് ഇടയിലിരിക്കെ ഒരു ബെഞ്ചിൽ ഒരു കുട്ടി ചെയ്തിട്ട് വന്നു. എന്നാൽ ബാക്കിയുള്ള കുട്ടികൾ ആരും തന്നെ ചെയ്തു വന്നില്ല. എണീപ്പിച്ചു നിർത്തി ചെയ്തു വന്ന കുട്ടികളോട് ഇരിക്കാൻ പറഞ്ഞ് മാഷ് പറഞ്ഞത് ഇങ്ങനെയാണ്: പ്രോബ്ലം ചെയ്തു കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ സീറ്റിലിരിക്കുക. ഇടയിലിരിക്കുന്ന 5 കുട്ടികളിരിക്കുന്ന ബെഞ്ചിൽ സെൻട്രലിരിക്കുന്ന കുട്ടി ചെയ്തു വന്നത്